വിനയന്റെ സംവിധാനത്തിൽ ജയസൂര്യ, ഇന്ദ്രജിത്ത്, കാവ്യ മാധവൻ, കാർത്തിക എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 2002 പുറത്തിറങ്ങിയ ചിത്രമാണ് ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ. ജയസൂര്യ, ഇന്ദ്രജിത്ത്, കാർത്തിക എന്നിവരുടെ അരങ്ങേറ്റ ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ കഥ സംവിധായകൻ വിനയന്റേതാണ്. തിരക്കഥ, സംഭാഷണം എന്നിവയെല്ലാം നിർവഹിച്ചത് കലൂർ ഡെന്നീസ് ആണ്. ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന സിനിമയിൽ ആദ്യം തീരുമാനിച്ചിരുന്നത് ദിലീപിനെ ആണെന്നും എന്നാൽ ചില വാക്കുതർക്കം കൊണ്ട് അദ്ദേഹത്തെ മാറ്റുകയായിരുന്നുവെന്നും വിനയൻ പറയുന്നു. അന്നു മുതൽ തുടങ്ങിയതാണ് ഇരുവരും തമ്മിലുള്ള അകൽച്ച എന്നും റിപ്പോർട്ടർ ലൈവിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. കലൂർ ഡെന്നീസ് ചേട്ടനായിരുന്നു പ്രൊഡ്യൂസറെ കൊണ്ടു വന്നതും ആ സിനിമ പ്ലാൻ ചെയ്യുന്നതും. ഞാൻ ഒരു സബ്ജക്റ്റ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഡെന്നീസ് ചേട്ടൻ പറഞ്ഞു, ഞാൻ എന്നാൽ അത് എഴുതാമെന്ന്. ഞാൻ പറഞ്ഞു, ഓക്കെ ചേട്ടാ, നമുക്ക് രണ്ടുപേർക്കും ഇരിക്കാമെന്ന്. അദ്ദേഹം കുറെ വർഷങ്ങളായി സിനിമ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിയോ തെറ്റോ, ഞാൻ സംവിധായകൻ എന്ന നിലയിൽ പൊതു വാക്കു കൊടുത്തതായിരുന്നു. സിനിമ തോറ്റാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സംവിധായകനെയാണ്. നടൻ അടുത്ത പടം ഹിറ്റായാൽ അത് അങ്ങ് പോകും. അപ്പോൾ ദിലീപ് പറഞ്ഞു, പറ്റില്ല, ഡെന്നീസിനെ മാറ്റണമെന്ന്. ചില വിശ്വാസത്തിന്റെ പേരിലായിരുന്നു അത്. എന്നിട്ട് വേറൊരു എഴുത്തുകാരനായ ചെറുപ്പക്കാരനെയും കൊണ്ടുവന്നിരുന്നു. പറ്റില്ല, വാക്ക് കൊടുത്തുപോയി, അഡ്വാൻസും കൊടുത്തുപോയി എന്ന് ഞാൻ. പിന്നെ അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ചെറിയ വാക്കുതർക്കമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ ഈ പടത്തിൽ അഭിനയിക്കണ്ട. അവൻ ഞെട്ടിപ്പോയി. ഞാൻ അല്ലെങ്കിൽ വേറെ ആര് അഭിനയിക്കും എന്ന് ചോദിച്ചു. എന്തായാലും മോൻ ഈ സിനിമയിൽ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ടിവിയിൽ എവിടെയോ കണ്ട ജയസൂര്യയെ അഭിനയിപ്പിക്കുന്നതും ആ സിനിമ ഹിറ്റ് ആകുന്നതും. അന്നു തൊട്ടേ ദിലീപിന് എന്നോടൊരു ചെറിയ പരിഭവം ഉണ്ടായിരുന്നു, വിനയൻ പറയുന്നു.